നമസ്കാരം. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ മാറ്റങ്ങളാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കിംസ് ഹോസ്പിറ്റൽ, അതുപോലെ ആസ്റ്റർ ഹോസ്പിറ്റൽ, ഇതെല്ലാം വലിയ പ്രൈവറ്റ് ഇക്വിറ്റി ഫേമുകൾ സ്വന്തമാക്കിയിരിക്കുന്നു. ബ്ലാക്ക് സ്റ്റോൺ എന്ന വലിയ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനം ഏകദേശം 3300 കോടി രൂപയ്ക്കാണത്രേ കിംസിന്റെ ഷെയറുകൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലുള്ള കിംസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഷെയറുകൾ സ്വന്തമാക്കാൻ വേണ്ടി ചെലവഴിച്ച കോടികളുടെ കണക്കാണ് ഈ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനങ്ങൾ കേരളം പോലുള്ള ഒരു സ്ഥലത്തേക്ക് ഇത്രയധികം ഫണ്ട് ആരോഗ്യ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഗവൺമെന്റ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സെഗ്മെന്റുകൾ, സെക്ടറുകൾ, ആ സെക്ടറുകളിലെല്ലാം സത്യം പറഞ്ഞാൽ വലിയ സാധ്യത പ്രൈവറ്റ് പ്ലെയേഴ്സിനുണ്ട്. കാരണം പ്രൈവറ്റ് പ്ലെയേഴ്സിന് കൃത്യമായിട്ട് അറിയാം, ഒന്നുകിൽ ഗവൺമെന്റിനെ സ്വാധീനിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് അത് എഫിഷ്യൻ്റായി നടത്താനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളത്. ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റിന്റെ കസ്റ്റമേഴ്സിനെ പതിയെ പതിയെ പ്രൈവറ്റ് കസ്റ്റമേഴ്സാക്കി മാറ്റാം. കേരളത്തിലെ ആരോഗ്യരംഗം ഏറ്റവും നെറ്റ്വർക്കുള്ള ഒരു സിസ്റ്റം തന്നെയാണ്, സംശയമൊന്നുമില്ല. കേരള മോഡൽ എന്നൊക്കെ അറിയപ്പെട്ടത് പ്രത്യേകിച്ചും ആരോഗ്യരംഗത്ത് വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ്. ആരോഗ്യരംഗത്തിന്റെ ഒപ്പം തന്നെ സ്ട്രോങ് ആയി നിൽക്കുന്ന മറ്റൊരു രംഗമാണ് എഡ്യൂക്കേഷൻ, സ്കൂൾസിന്റെ നെറ്റ്വർക്ക്. പക്ഷേ സത്യം പറയട്ടെ, ആരോഗ്യരംഗമാകട്ടെ, സ്കൂളിൻ്റെ നെറ്റ്വർക്കുകളാവട്ടെ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് ഒഴുകി വരുന്നത്. കാരണം പ്രത്യേകിച്ചും കേരളം ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനമാണ്. മാനുഫാക്ചറിങ് ഹബ്ബുകളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുകിൽ ഗവൺമെൻറ്റിനെ കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആളുകളെയോ സ്വാധീനിച്ചുകൊണ്ട് ഒക്കെ പാരലലി ഒരു സിസ്റ്റം വളർത്തിയെടുക്കാനുള്ള സാധ്യത അവിടെ വലിയ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസും വെഞ്ചർ ക്യാപിറ്റൽ ഫേംസും ഒക്കെ കാണുന്നുണ്ട് എന്നുള്ളതായിരിക്കാം സത്യം. മാത്രമല്ല, കേരളത്തിലെ ആളുകൾക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്. അവർ ആരോഗ്യത്തെക്കുറിച്ച് കൺസേൺഡ് ആണ്. ഒപ്പം തന്നെ ആരോഗ്യത്തിന് വേണ്ടി എത്ര പൈസ ചെലവഴിക്കാനും, അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിനോ വേണ്ടി ഒരുപാട് പൈസ ചെലവഴിച്ചില്ലെങ്കിൽ പോലും ആരോഗ്യത്തിന് വേണ്ടി എത്ര പൈസ ചെലവഴിക്കാനും തയ്യാറായിട്ടുള്ള ഒരു ജനവിഭാഗം കൂടിയാണ്. ഒപ്പം എഡ്യൂക്കേഷനും നമ്മൾ വലിയ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് രംഗത്തുമാണ് ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെൻറ്റുകൾ കേരളത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ രസകരമായ കാര്യം, കിംസ് പോലെ ആസ്റ്റർ പോലെയുള്ള വലിയ സെറ്റപ്പുള്ള ഹോസ്പിറ്റലുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ കൂടുതൽ ഹോസ്പിറ്റലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കേരളം ഒരു ഹെൽത്ത് ഹബ്ബാവാൻ പോകുന്നു. കാരണം ഇത്രയും പൈസ വരുന്ന സമയത്ത്, ഇത്രയും പൈസയ്ക്ക് അത് ഏറ്റെടുക്കുന്ന സമയത്ത് വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ഇവിടെ ഉണ്ടാവും. ഗവൺമെൻറ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ സിസ്റ്റത്തിനെ കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ആരോഗ്യ മേഖല, ഇപ്പം നമുക്കറിയാം, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, ഫാമിലി ഹെൽത്ത് സെൻ്ററുകൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, താലൂക്ക് ഹോസ്പിറ്റലുകൾ, ജനറൽ ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ എന്നിങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെഗ്രിഗേഷനും ഒരു ഓർഗനൈസേഷണൽ ഹൈറാർക്കിയും ഒക്കെ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുണ്ട്. എന്നിട്ട് പോലും ആളുകൾ, അതായത് ഒരുപക്ഷെ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വളരെ നാമമാത്രമായ പൈസയ്ക്കോ നമുക്ക് ഒരു OP ടിക്കറ്റ് എടുത്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ആ പ്രൈമറി ഹെൽത്ത് സെൻ്ററിനെയോ അല്ലെങ്കിൽ ഫാമിലി ഹെൽത്ത് സെൻ്ററിനെയോ അവഗണിച്ചുകൊണ്ട് അപ്പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ 500-1000 രൂപയൊക്കെ OP ടിക്കറ്റിന് കൊടുത്തു പോകുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അത്തരമൊരു കസ്റ്റമർ അങ്ങനെ പോകുന്നത്? തീർച്ചയായിട്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ പൊസിഷനിങ്ങിൻ്റെ പ്രശ്നമാണത്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നല്ല ഡോക്ടർമാർ ഇല്ലാഞ്ഞിട്ടല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ലൊരു ഡോക്ടറായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ അടുത്തുള്ള PHCയിൽ, പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഇരിക്കുന്നത്. എങ്കിൽ പോലും 2 രൂപയോ 5 രൂപയൊക്കെ കൊടുത്തിട്ട് OP ടിക്കറ്റ് എടുത്ത് അവരെ പോയി കാണുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അവരെ കാണാൻ പോകാതെ? വളരെ എനിക്ക് തോന്നുന്നു ഒരു ലോവർ ക്ലാസ്സിലുള്ളതും ലോവർ മിഡിൽ ക്ലാസ്സിലുള്ളതുമായിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിനെ ആശ്രയിക്കുന്നത്. അല്ലാത്ത ആളുകളെല്ലാം പ്രൈവറ്റ് സെക്ടറിലേക്ക് പോവുക. ചെറിയൊരു പനി വന്നാൽ പോലും പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത്. എന്തുകൊണ്ടായിരിക്കും പോകുന്നത്? ഉറപ്പാണ്, ഗവൺമെൻറ് സെക്ടറിലുള്ള ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആളുകളുടെ പൊസിഷനിങ് തന്നെയാണ് കാരണം. അവിടെ ചെല്ലുന്ന സമയത്ത് അവരുടെ സർവീസ് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചല്ല പലപ്പോഴും ചെയ്യുന്നത്. പ്രൈസിങ് കുറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ക്വാളിറ്റി കുറവാണെന്നുള്ള ധാരണയും നമുക്കുണ്ടാവുന്നുണ്ട്. പ്രൊമോഷൻസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമുകളോ ഒക്കെ കമ്പാരിറ്റീവ്ലി പ്രൈവറ്റ് സെക്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പലപ്പോഴും വലിയ പരിമിതിയും പരാധീനതയും ഉള്ളതാണ്. ഒപ്പം തന്നെ അവിടെയുള്ള ആളുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയോ കൃത്യമായിട്ടുള്ളൊരു കസ്റ്റമർ കെയർ കൊടുക്കുകയോ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നില്ല. ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മൊത്തത്തിലുള്ള ഒരു ധാരണ അല്ലെങ്കിൽ പൊസിഷനിങ് ഗവൺമെൻറ് സിസ്റ്റത്തിൽ വളരെ താഴേക്ക് പോകുന്നു. ഓട്ടോമാറ്റിക്കലി അത്തരം താഴേക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തും സംഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ മാത്രം ഗവൺമെൻറ് സെക്ടറിനെ ആശ്രയിക്കുന്ന അവസ്ഥ. ഇങ്ങനെ വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി പ്രൈവറ്റ് സെക്ടറിൻ്റെ പ്രാധാന്യം അവിടെ കൂടുന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് വലിയ വെഞ്ചർ ക്യാപിറ്റലുകളും പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസും ഒക്കെ ഈ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിലേക്ക് വരുന്നത്.
ഗവൺമെൻറ് ഇതെല്ലാം നന്നാക്കി എടുക്കുമെന്ന് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. കാരണം ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒറ്റയടിക്കൊന്നും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചോളും, അടുത്ത കുറച്ച് കാലത്തേക്ക് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് വലിയ റവല്യൂഷൻ പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാകാൻ പോകുന്നു. ഒപ്പം എഡ്യൂക്കേഷണൽ സെക്ടറിൽ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്, അത് പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. സ്കൂൾസിൻ്റെ കാര്യത്തിൽ ഇനിയും അടുത്ത ഒരു 5-10 വർഷക്കാലത്തേക്ക് വലിയ മാറ്റങ്ങൾ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിലും കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 സെഗ്മെൻറ്റുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ആരോഗ്യരംഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗം തന്നെയാണ്. പല ചെറിയ ഹോസ്പിറ്റലുകളും ഇത്തരത്തിലുള്ള വലിയ നെറ്റ്വർക്കുകളുടെയും വലിയ ബ്രാൻഡുകളുടെയും ഭാഗമാകുന്ന സമയവും വിദൂരമല്ല. ഉടനെ തന്നെ ആരോഗ്യരംഗത്ത് വലിയ റവല്യൂഷൻ നമുക്ക് കാണാവുന്നതാണ്.